ഹലോ ഗൈസ്, എങ്ങോട്ടാണ് ഈ ജാക്കറ്റൊക്കെ തപ്പി ഞാൻ പോണേന്നല്ലേ? വേറെ എങ്ങോട്ടല്ല, ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനാണ്. എൻ്റെയും ജോസഫിൻ്റെയും കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ബൈക്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നുള്ളത്. അതിവിടെ യാഥാർത്ഥ്യമാവാൻ പോവാണ്. ബൈക്കർ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഹെൽമെറ്റ്സ് ഒക്കെ പൊക്കെ. അത് കഴിഞ്ഞ് ബാക്കി ഗിയേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ സ്പോർട്സിൻ്റെ എടപ്പള്ളിയിലാണ് ഇപ്പോൾ എത്തിയേക്കണേ കേട്ടോ. എനിക്ക് എപ്പോഴും ഉള്ളൊരു സീനാണ്, അതായത് കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഡ്രീം ചെയ്ത് അത് റിയാലിറ്റി ആവാൻ പോകുമ്പോൾ അതിപ്പോൾ റിയാലിറ്റി ആവാണെന്നൊരു റിയലൈസേഷൻ വരില്ല. ആ അവസ്ഥയിലാണ് ഞാൻ അവിടെ ആ ഒരു ഗിയേഴ്സ് ഒക്കെ ഇട്ട് നോക്കുമ്പോഴും നാളത്തെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണെന്നുള്ള ഒരു റിയലൈസേഷൻ ഇല്ല. ഇങ്ങനെ ഹൈപ്പർ അടിച്ച് ഇതൊക്കെ ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഡ്രീം റിയാലിറ്റി ആവാണെന്നുള്ളത് ചിന്തിക്കണില്ല കേട്ടോ. എന്തോ ഒരു ഇമോഷനാണ്, ഹാപ്പിനെസ്സും എല്ലാം കൂടി ഇങ്ങനെ. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഗിയേഴ്സ് ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യണേ. എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോവൽറ്റിയും ഇതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അടിപൊളി കടയായിരുന്നു കേട്ടോ പവർ സ്പോർട്സ്. ഞങ്ങളുടെ ബാക്കി എല്ലാ ഗിയേഴ്സും, അതായത് ജാക്കറ്റ്, ഞങ്ങളുടെ പാൻസ്, ബൂട്ട്സ്, നമ്മുടെ ഗ്ലൗസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഐറ്റംസ് ഫുൾ നമ്മൾ ഒറ്റയടിക്ക് ഷോപ്പിംഗ് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ദ ബെസ്റ്റ് പാർട്ട്. റൈഡിങ് ഗിയേഴ്സ് എസ്പെഷ്യലി ജാക്കറ്റ് ആൻഡ് പാൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് കംഫർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സേഫ്റ്റി ലെവലും ഹൈ ആയിരിക്കണം എന്നുള്ളതാണ്. അവിടെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി. ഞാൻ സെലക്ട് ചെയ്തത് വിയാടെറയുടെ എലിസ് എന്ന് പറയുന്ന മോഡൽ ജാക്കറ്റ് ആണ്. അതുപോലെ എൻ്റെ റൈഡിംഗ് പാൻസ് റൈസെമോട്ടോന്റെ സ്പിഡി ഡയബോളോ പാൻസ് ആണ്. അതായത് റൈസെമോട്ടോയുടെയും സ്പിഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയും കൂടെയുള്ള ഒരു കൊളാബറേഷൻ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന പാൻസ് ആയിരുന്നു അത് ഇട്ട് നോക്കിയപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. എൻ്റെ ഗ്ലൗസും റൈസെമോട്ടോ എന്നാണ്, റോഡസ് എന്ന് പറയുന്ന മോഡലാണ് ഞാൻ എടുത്തത്. പിന്നെ ജോസഫിന്റെ നമ്മൾ എടുത്തത് ജാക്കറ്റും ഗ്ലൗസും വിയാടെറയുടെ ക്രൂഗർ എന്ന് പറയുന്ന ഒരു മോഡലും, അതുപോലെ പാൻസ് വരുന്നത് സ്പെൻസർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ജോസഫിന്റെ ജാക്കറ്റ്, പാൻസ് ആൻഡ് ഗ്ലൗസും നമുക്ക് വിയാടെറയിൽ തന്നെയാണ് കിട്ടിയത്. ഇനി നമ്മുടെ ബൂട്ട്സ് കാണിക്കാം. ഞാൻ സെലക്ട് ചെയ്ത ബൂട്ട്സ് ഗാഡ്സിലിന്റെ G-Star 11 ടൂറർ എന്ന് പറയുന്ന മോഡലും, ജോസഫ് എടുത്തത് കോർഡ എന്ന് പറയുന്ന കമ്പനിയുടെ പാത്ത് ഫൈൻഡർ D30 ആണ്. ഗിയേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കടയിലെ ചേട്ടൻ തന്നെ ബൈക്ക് അവിടെ ഉണ്ടായിരുന്ന കാരണം നമുക്ക് അതുമ കയറി ഇരുന്ന് കംഫർട്ട് നോക്കാനും പറ്റി. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഒറ്റയടിക്ക് ഷോപ്പ് ചെയ്ത സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇനി ഇതെല്ലാം റൈഡിന്റെ സമയത്ത് നമുക്ക് കംഫർട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി ഗൈസ്. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഹാപ്പി ആൻഡ് ഭയങ്കര മിക്സഡ് ഇമോഷൻ ആയിരുന്നു. ഹാപ്പിനെസ് മാത്രമല്ല, ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഈ ട്രിപ്പിന്, സേഫ്റ്റി എങ്ങനെയായിരിക്കും, നമ്മുടെ ട്രിപ്പ് നമ്മൾ വിചാരിച്ച പോലെ നടക്കുമോ, നമ്മുടെ റൂട്ട് മാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ആ വഴിക്കൊക്കെ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുമോ ഈ ട്രിപ്പ്. ആൻഡ് 26 days ആണ് നമ്മുടെ മനസ്സിൽ. അത് മൊത്തം നമ്മൾ ഓൾമോസ്റ്റ് എ മന്ത് നമ്മൾ റൈഡ് ചെയ്യണം. ലോങ് റൈഡ് ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷനും ഭയങ്കര എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഹൈപ്പറൊക്കെ ആയിരുന്നു. ആൻഡ് നമ്മൾ ഗിയേഴ്സൊക്കെ ഇട്ട് നമ്മുടെ സാഡിൽ ബാഗും എല്ലാം വെച്ച് നമ്മുടെ ഫുൾ ഫാമിലി നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷവും എന്തോ കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ. നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ കവർ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ സൗത്ത് ടു നോർത്ത്, അതായത് കേരള ടു ഹിമാചലാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ റൂട്ടാണ് നമ്മൾ 26 days എടുക്കുന്നത്. അതായത് പെട്ടെന്ന് സൗത്തിൽ നിന്ന് നോർത്ത് എത്താണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. എന്നിട്ട് ഫൈനലി നമ്മൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് തിരിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ വരും, വണ്ടി കയറ്റായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂട്ട് മാപ്പൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ബാക്കിയൊക്കെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ബാൻഡിലോസിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ ഫസ്റ്റ് ചലഞ്ച് അടിച്ചു. അതായത് നമുക്ക് ഇന്റർകോം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്റർകോം മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ബാൻഡിലോസിൽ ഉണ്ടെന്ന് അറിയാനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നമ്മളിപ്പോൾ അത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാട്ടോ. ബാൻഡിഡോസിൻ്റെ സർവീസ് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നമ്മളവിടെ ചെന്നു, അവിടെ എല്ലാ ഐറ്റം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം പറഞ്ഞു, ദേശാടപടയെന്ന് അവർ സെറ്റാക്കി തന്നു. ഇന്റർകോം നമ്മൾ സെലക്ട് ചെയ്തത് EGSന്റെ V6 Pro മോഡലാണ്. അവിടെ വേറെയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരെണ്ണം നോക്കി എടുത്തതാണ്. നമ്മൾ അതുപോലെ ഒരു ക്രാഷ് ഗാർഡ് ബാഗ്, അതായത് 2 സൈഡിലെ ക്രാഷ് ഗാർഡ് ബാഗും കൂടി വെക്കാന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഞങ്ങൾ ബാക്ക് പാക്ക് ഇട്ടിരുന്നത്. ബാക്ക് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ മാത്രം ഉള്ളെങ്കിൽ നമുക്കതിങ്ങനെ അടിച്ചിട്ട് ഒരു സീനില്ല, ഒരു സുഖമില്ല. അപ്പം നമ്മൾ അത് മാറ്റി. അപ്പം നമ്മൾ ക്രാഷ് ഗാർഡ് ബാഗും ഇവർ ഇവിടെ തന്നെ പിടിപ്പിച്ച് തരും. അതുപോലെ തന്നെ നമ്മുടെ GPS മൗണ്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. GPS മൗണ്ട് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഇളകണം. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഇളകി ഇങ്ങനെ പോകണം. കാരണം നമ്മൾ മേടിച്ച GPS മൗണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ മൗണ്ട് ചെയ്യാൻ കൊടുത്തേക്കണേ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി, നമ്മൾ എത്താനൊരു 10 PM ഒക്കെ ആവും. പക്ഷെ ഇന്ന് നമുക്ക് പരിപാടി ഇല്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള പരിപാടി 4 AM അപ്പോൾ പിന്നെ നമ്മൾ സെറ്റാണ്. ഇതുവരെ എല്ലാം ഓക്കെയാണ്.
നമ്മളങ്ങനെ കോഴിക്കോട് എത്തി. നമ്മളിതേ കോഴിക്കോട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാണ്. ഇനി 3 മണിക്കൂറും കൂടിയാണ് നമ്മൾക്ക് കണ്ണൂർ എത്താൻ. നമ്മള് ഹൈവേയുടെ സൈഡില് ചെറിയൊരു ബ്രേക്ക്. ജോസഫിന് ചെറുതായിട്ടൊന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിർത്തിയേക്കാം. നമ്മള് സെറ്റാണ്. അധികം വേദനയും സാധനങ്ങളൊന്നും ഇല്ല. അതായത് ഇപ്പൊ മുട്ടൊക്കെ ചെറുതായിട്ടൊരു വേദന ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും സീനൊന്നും ഇല്ല. നമ്മളിപ്പോ ഇത് ലോങ് സ്ട്രെച്ച് തന്നെ എടുക്കണേ. എന്നിട്ടും അത്ര വലിയ വേദനയൊന്നും ഇല്ല കേട്ടോ. സെറ്റാണ്. അപ്പൊ ഇതുവരെ എല്ലാം ഓക്കെയാണ്, സേഫാണ്. ഇരുട്ടായി. നമ്മൾ രാത്രി ഡ്രൈവ് നമ്മളിനി നാളെ തൊട്ട് ഒഴിവാക്കും. ഇതിപ്പോ കണ്ണൂരിലേക്ക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ നൈറ്റ് ആയാലും എത്താന്ന് വിചാരിച്ചിട്ട് നമ്മൾ 12-ന് ഇറങ്ങിയത്. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ നൈറ്റ് പോവില്ല, സേഫ് അല്ല. അവിടെ സ്ട്രെച്ചിങ് പരിപാടിയില്ല. ഓ NH66 അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 69-ന്ന് 66-ലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അടിപൊളി റോഡ് കയറി. നമുക്ക് 100-100 പോവാം. സെറ്റ് റോഡ്, അടിപൊളിയായിരുന്നു ആ ഡ്രൈവ്. ഇപ്പോഴും ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു തിരക്കിലോട്ട് പെടും എന്നാണ് നമ്മുടെ പേടി. ഇങ്ങനെ അങ്ങോട്ട് എത്താണെങ്കിൽ സുഖമായിരുന്നു. എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, പോയി നോക്കാം. ഞങ്ങൾ പേടിച്ച പോലെ തന്നെ നല്ലൊരു ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയ കാരണം ഞങ്ങൾ 1 മണിക്കാണ് കണ്ണൂരെത്തിയത്. ഞങ്ങൾ വെറും 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് സ്ലീപ്പ് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേഗം പോകുന്നത്. ഇവിടെ തെയ്യം പരിപാടി ഉണ്ട്, നമുക്ക് പോയി നോക്കാട്ടോ. കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെയ്യം കാണാണ്ട് പോകാൻ പാടില്ലല്ലോ. എനിക്കും ജോസഫിനാണെങ്കിൽ തെയ്യം കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ വന്നേക്കുന്നത് ചാമുണ്ഡി ദേവസ്ഥാനം മുയ്യം എന്ന് പറയുന്ന ഒരു ടെമ്പിളിലാണ്. ഇത് പല പല അമ്പലങ്ങളിലായിട്ടാണ് ഈ ഒരു തെയ്യങ്ങൾ നടക്കണേ. അതുപോലെ തന്നെ പല ദിവസങ്ങളിൽ പല തെയ്യങ്ങളാണ് നടക്കണേ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കിട്ടിയത് അഗ്നിപ്രവേശം എന്ന് പറയുന്ന ഒരു തെയ്യമാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളാണ്. ഇതാണെങ്കിൽ 4 AM ഇത് നടക്കുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ഇത്ര ഒരു ജനക്കൂട്ടും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അവിടെ നടുക്ക് ഇങ്ങനെ ഒരു തീക്കനൽ ഇങ്ങനെ കൂട്ടി ഒരു വലിയൊരു തീക്കനലിൻ്റെ കൂട്ടം റെഡിയാക്കി വെച്ചേക്കാണ്. അതിനകത്തേക്കാണ് തെയ്യത്തിൻ്റെ ആ ഒരു അഗ്നിപ്രവേശനം നടത്തുക. അപ്പോൾ ഇപ്പോൾ ഈ ഓടി വരുന്നവരെല്ലാം ഈ തെയ്യത്തിൻ്റെ കൂടെയുള്ള ആളുകളാണ്. തെയ്യം പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഇവരെല്ലാവരും ഈ ഒരു അഗ്നികുണ്ഡത്തിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുട്ടോ. ബെയർ ഫൂട്ടായിട്ട് ഇവരിങ്ങനെ അത് കയറി ഇറങ്ങുമ്പോൾ ശരിക്കും നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര അത്ഭുതവും തോന്നും. എനിക്ക് എൻ്റെ കാല് പൊള്ളണ പോലെയൊക്കെ തോന്നായിരുന്നു. അതായത് എങ്ങനെയാണ് ഇവരിങ്ങനെ ബെയർ ഫൂട്ടായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇതെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആൾക്കൂട്ടത്തിൻ്റെ ബാക്കിലാട്ടോ. അപ്പോൾ എനിക്കൊരു റിയാലിറ്റി ചെക്കൊക്കെ വന്നു. ബിക്കോസ് നമ്മൾ തെയ്യം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കണത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട നിറച്ച് തീയും പിന്നെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുന്നു ആ ഒരു ഭയങ്കര ഡിവൈനായിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെയാണ്. പക്ഷേ ഞങ്ങളാണെങ്കിൽ ഏറ്റവും ബാക്കിലായി പോയി. തെയ്യം വരുന്നത് തന്നെ എത്തിച്ച് നോക്കിയിട്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ എനിക്കിത്തിരി വിഷമവുമായി. ബിക്കോസ് എനിക്കത് അടുത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം തോന്നിയിരുന്നു കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പേ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെ വിരലുമ്മയൊക്കെ എത്തിച്ച് നോക്കി നിന്നു. അത് ശരിക്കും കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അതുപോലെ തന്നെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു ഇത്രയും ഡിവൈനായിട്ടുള്ള റിച്വലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തൊരു വലിയ സംഭവമല്ലേ. നമ്മളിപ്പോഴും എന്തൊരു കൾച്ചറലി റിച്ചാണ് നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ. എനിക്ക് ആകെ വിഷമം തോന്നിയത് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് താഴെ ഒരു ചെറിയ ചാക്ക് പോലത്തെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലുള്ള എല്ലാവരും ഇരുന്നാലല്ലേ നമുക്കൊക്കെ ബാക്കിൽ വെക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. എത്രത്തോളം വിളിച്ചു പറഞ്ഞിട്ടും ഇവരാരും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ഓഫ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ആ ഒരു തെയ്യത്തിൻ്റെ ആ ഒരു ഭീകരതയൊക്കെ നമുക്ക് ശരിക്കും തോന്നണം കേട്ടോ. ആ ഒരു അഗ്നിക്കുണ്ടം നിങ്ങൾ നോക്കി ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും എത്രത്തോളം ഇങ്ങനെ ചൂടായി തിളച്ചു കിടക്കുന്ന അഗ്നികളിലേക്കാണ് ഈ ഒരു നെയിം സജസ്റ്റ് ചെയ്യണ പോലെ അഗ്നിപ്രവേശം എന്ന് പറയുന്ന പോലെ തന്നെ ആ അഗ്നിയിലോട്ട് ആ തെയ്യം പ്രവേശിക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാലേ, നമ്മളെപ്പോലെയുള്ള ഒരു ഹ്യൂമൻ ആ സമയത്ത് ദൈവമായി മാറിയും എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒരു ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ട് ഇവിടെ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തെയ്യത്തിൻ്റെ മേത്തുള്ള എല്ലാ ആ ഓലകളും ഇങ്ങനെ കത്ത് പിടിച്ചേക്കുന്ന പോലെ ഇങ്ങനെ കനലിൻ്റെ നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൂടെയുള്ള ആളുകൾ ഈ കനലിങ്ങനെ ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതെല്ലാം അടിച്ചുകൂട്ടി അറ്റ് ദ സെയിം ടൈം ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അവരത് ചെയ്യും. ഇങ്ങനെ ചുറ്റുപറ്റുള്ള ആ മണലിൻ്റെ അവിടെ വെള്ളം തെളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സപ്പോർട്ടിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കൂട്ടം ആളുകൾ കൂടെ നിൽക്കുന്നത്.
അടുത്ത് പോയി കാണാൻ പറ്റാത്ത വിഷമത്തിൽ എത്തിച്ച് നോക്കി നിന്നപ്പോഴാണ് ഒരു വോളണ്ടിയർ ചേട്ടൻ ഒരു ചെറിയ ഗ്യാപ്പ് എന്തോ ഇങ്ങനെ തുറന്നു തന്നു ഞങ്ങൾക്ക് ഈ ആളുകളുടെ ഇടയിൽ കൂടെ. പിന്നെ ഇങ്ങനെ ചേട്ടനോട് ചേട്ടാ ഞാൻ ഫ്രണ്ടിലോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കലും മോഡലും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഓടിപ്പോയി നേരെ ഫ്രണ്ടിൽ ഒരു സെക്കൻഡ് തേർഡ് റോയിൽ ഇരിക്കാൻ പറ്റി. അപ്പോൾ പിന്നെ തൊട്ടടുത്തുനിന്ന് അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് തൊട്ടടുത്തുനിന്ന് ഈ ഒരു ആക്ട് കാണാൻ പറ്റി കേട്ടോ. സത്യം പറഞ്ഞാൽ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ എന്തൊക്കെയോ തോന്നി. ബിക്കോസ് നമുക്ക് ശരിക്കും ഈ തെയ്യത്തിൻ്റെ മുഖഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരാളുടെ മുഖവും ആ ആൾ ചെയ്യണതൊക്കെ തൊട്ടടുത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു ഭീകരമായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര സങ്കടം തോന്നും. ഈ ഒരു തീക്കുണ്ടത്തിലേക്ക് ആൾ കയറാണല്ലോ. പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഭയങ്കര ടയേർഡായി ആളിങ്ങനെ തലയോട് പറ്റുന്നില്ല എന്നൊക്കെ പറയണ പോലെ നമുക്ക് തോന്നും. അത് അടുത്ത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നും കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ നീണ്ട അഗ്നിപ്രവേശം തെയ്യത്തിന് ശേഷം അമ്പലത്തിൻ്റെ നടയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു സമാപനം. അങ്ങനെ നമ്മുടെ ഇന്ത്യ ബൈക്ക് ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള അവിടെ നമ്മുടെ 26 ഡേയ്സ് നീണ്ട ഈ ഒരു യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ലെഗ് നമുക്ക് കണ്ണൂർ ടു മാൽപ്പയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അറ്റ് കൊച്ചു കൊച്ചു നോർവേ.